ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ഒരു ചാപ്റ്റർ. ബേസിക്കലി ഇതൊരു തിയറി ചാപ്റ്ററാണ്. തിയറി ചാപ്റ്ററോടൊപ്പം തന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മീൻസ് എല്ലാം എല്ലാ സബ്ജക്റ്റുകളുടെയും ഒരു 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 കുറച്ച് ഫോം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനകത്തുനിന്നും കുറച്ച് ഒരു മിക്സ്, അതായത് നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് പോലെ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് സംഗതികളെല്ലാം ഇതിനകത്തും അടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാ ഭാഗങ്ങളും കൂടെ കവർ ചെയ്തിട്ടാണ് ഈ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഓട്ടോമേറ്റഡ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ഓട്ടോമേറ്റഡ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ ഓട്ടോമേറ്റഡ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ, ഈ മാനുഫാക്ചറിങ് പ്രോസസ്സുണ്ട്, സെല്ലിംഗ് പ്രോസസ്സുണ്ട്, പർച്ചേസിങ് പ്രോസസ്സ്, അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുകളുണ്ട്. ഈ പ്രോസസ്സുകൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. അത് ഓട്ടോമേറ്റഡ് ആണെന്ന് പറയാനല്ലോ. ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിസ്റ്റം ഡ്രിവൺ ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതാണ് ഈ ഓട്ടോമേറ്റഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓട്ടോമേറ്റഡ് ബിസിനസ് പ്രോസസ്സ് ഇപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പം പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം എന്താണ് ഈ പറയുന്നതിൻ്റെയൊക്കെ മീനിങ്ങും എന്താണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ തുടർന്ന് അങ്ങോട്ട് ചാപ്റ്ററിൽ ഓരോന്ന് വായിച്ചു പോകുമ്പം നമുക്ക് മനസ്സിലാവും. ബേസിക്കലി നമുക്ക് ഒരു എക്സാമ്പിളോട് കൂടി തന്നെ നമുക്ക് തുടങ്ങാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കടയിൽ ചെല്ലുന്നു. കടയിൽ ചെന്ന് കഴിഞ്ഞ് നമ്മളൊരു ഒരു സോപ്പോ അല്ലെങ്കിൽ ഒരു പേനയോ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നു എന്ന് വെച്ചോ. നമ്മൾ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു. ഇറ്റ്സ് വിൽ ബി എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ ആയി അവിടെ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ആ കടയിൽ ഈ പേന അല്ലെങ്കിൽ സോപ്പ് എന്ന് പറഞ്ഞ സാധനം അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രോസസ്സ് വഴിയായിരിക്കും ആ സാധനം ആ കടയിൽ എത്തിച്ചേരുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിലായാലും ഒരു ഷോപ്പിലായാലും ഒക്കെ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അവിടെ ഒരു സാധനം എത്തണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് ആ സാധനം. ആദ്യം നമ്മൾ റിക്വസ്റ്റ് ഫോം എടുക്കുന്നു, അതിൻ്റെ ഡീലേഴ്സിന് ചെല്ലുന്നു, ഡീലേഴ്സിൽ നിന്ന് അതിൻ്റെ മെയിൻ ഇവിടെ ചെല്ലുന്നു, അവിടെ ഉണ്ടോയെന്നുള്ള മാനുഫാക്ചറിങ്ങിൻ്റെ അവിടെ ചെല്ലുന്നു. അങ്ങനെ അവർ അവിടുത്തെ ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് കൈകാര്യം ചെയ്യുന്നു. ഇങ്ങനെ പല 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 മേഖലകൾ. മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ്, അങ്ങനെ ഒരു പേന നമ്മൾ വാങ്ങിച്ചത് ആ പേന അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പേന ഉണ്ടാകാനിടയായ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. അതിൽ തന്നെ വേറെയും കുറേ സംഗതികളുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പേന സെലക്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പേനയൊക്കെ അവിടെയുണ്ട്. അതിനകത്ത് ഏത് പേന സെലക്ട് ചെയ്യും നമ്മൾ. അപ്പോൾ ഇത് നമ്മളിലേക്ക് എത്തിക്കുന്നതൊക്കെ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സിന് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ അവിടെ ആവശ്യമാകുന്ന ഈ സമയത്ത് ഈ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേന് അവിടെ മെയിനായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാകുന്ന ഒരു ഇതാണ് ഈ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ആണോ അത് നോൺ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം വഴിയാണോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. എന്താണ് ഇൻ്റഗ്രേറ്റഡും നോൺ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ എന്ന് പറയുന്നത് പല പല ഫാക്ടേഴ്സുകൾ എല്ലാം കൂടെ കോറിലേറ്റ് അല്ലെങ്കിൽ ജോയിൻ ആയിട്ട് ടുഗദറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോൺ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാനാണ് തുടങ്ങുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പർച്ചേസ് ചെയ്യുന്ന വലിയ വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് മാനേജർ പർച്ചേസിങ്ങിന് എപ്പോഴാണ് എൻഷുർ ചെയ്യുന്നത് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ റീഓർഡർ ലെവലിലേക്ക് ഒരു സാധനം എത്തുമ്പം എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് പർച്ചേസ് ഡെഡ് ലൈൻ കിട്ടും. ഇന്ന സാധനം റീഓർഡർ ലെവൽ റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഓർഡർ ചെയ്ത് അവിടെ വെക്കണം. കാരണം റീഓർഡർ ലെവലിൽ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി
നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് കിട്ടുന്നിടം വരെയുള്ള ഗ്യാപ്പിലേക്കുള്ള എടുക്കാനുള്ള സാധനങ്ങൾ ഇനി അവിടെ ഉള്ളൂ എന്നർത്ഥം. അപ്പം നമുക്കൊരു ടൈം കിട്ടി. നമ്മൾ റീഓർഡറബിൾ റീച്ച് ചെയ്തു എന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പർച്ചേസിന് റിക്വസ്റ്റ് കൊടുക്കുന്നു. പർച്ചേസ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം വരുന്നു. സാധനം വരുമ്പോഴത്തേന് വീണ്ടും അത് ഫില്ലപ്പ് ആവുന്നു. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം നമ്മളെ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ നമ്പർ ഓഫ് ഐറ്റംസ് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അറിയാം പർച്ചേസ് മാനേജർക്ക് ഒരു സാധനം റീഓർഡർ ലെവലിലേക്ക് എത്തിയെന്ന്? ദാറ്റ്സ് വിൽ ബി ആൻ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് അതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ റീഓർഡർ ലെവൽ ഒരു സാധനം തീരുന്നത് പറഞ്ഞാൽ അത് നമ്മളെ നോട്ടീസ് ചെയ്യുന്നു. അവിടെയാണ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം അവിടെ വർക്ക് ആവുന്നു. നോൺ ഇൻ്റഗ്രേറ്റർ എന്ന് പറയുമ്പോഴത്തേന് ഒന്നും അറിയാൻ പറ്റത്തില്ല. മാനുവൽ ഈ സാധനം തീർന്നോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരു സാധനം തീർന്നു കഴിയുമ്പോഴാണ് അയ്യോ അത് തീർന്നു എന്ന് പറയുന്നത്. അതാണ് നോൺ ഇൻ്റഗ്രേറ്റർ. സോ ടുഡേ വേൾഡ് ഇത് ആൻ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ ഡെപ്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഇൻട്രൊഡക്ഷൻ. In today's connection world, where information flows at speed of light, success of any organization depends on its ability to respond fast to changing environment. നമുക്കറിയാം ഇന്നത്തെ ഒരു ടുഡേ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റനിങ് സ്പീഡിലാണ്. പെട്ടെന്നാണ് ഇവിടെ ഈ എൻവയോൺമെൻറ്റിൽ എന്ന് പറയുന്നത് ചേഞ്ച് നടക്കുന്നത്. ഫാസ്റ്റ് ചേഞ്ചസ് ആണ്, അല്ലയോ? പെട്ടെന്ന് റാപ്പിഡായിട്ടാണ് പുതിയ ടെക്നോളജീസ് വരുന്നു, പുതിയ ഇൻഫർമേഷൻ മാറുന്നു, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ ഫാസ്റ്റ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമായി പോകും? നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബിസിനസ് മേഖലയിൽ നമ്മുടെ ഈ ബിസിനസ് ഓർഗനൈസേഷന് ഈ കോർപ്പറേറ്റ് വേൾഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ ഫാസ്റ്റ് ചേഞ്ചസിന് അനുസൃതമായിട്ട് എന്ത് ചെയ്തിരിക്കണം? റെസ്പോണ്ട് ചെയ്തിരിക്കണം. അതിനനുസരിച്ച് ഡിസിഷൻ മാറ്റണം, അതിൻ്റെ എബിലിറ്റി ചേഞ്ച് ചെയ്യണം. ഇതൊക്കെ കാല അടിസ്ഥാനത്തിൽ ഓർഗനൈസേഷന് ഇത് ചേഞ്ച് ചെയ്യേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. ദ കേപ്പബിലിറ്റി ഓഫ് എനി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് എബിലിറ്റി ടു ടേക്ക് ഫാസ്റ്റ് ഡിസിഷൻ. ഉണ്ട്, പറയുന്നത് തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഈ ഫാസ്റ്റ് ഡിസിഷൻ, ഈ പറയുന്ന പോലെ എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചിനനുസരിച്ച് പെട്ടെന്ന് ഡിസിഷൻ എടുത്തുകൊണ്ട് കടന്നു വരുന്നതാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. A large organization typically has several different kinds of information system built around diverse function, organization levels and business process that can automatically exchange information. ഒരു വലിയ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പല തരത്തിലുള്ള ഇൻഫർമേഷൻസുകളാണ് നടക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രൊക്യൂർമെൻറ്റ് ഡിസിഷൻ ഉണ്ടാകും, അവിടെ ഫിനാൻസ് ഉണ്ടാകും, അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് അവിടെ വേറൊരു സിസ്റ്റം ഉണ്ട്. സോ ഇവിടെ എല്ലാം പല ഇൻഫർമേഷൻ, ലോട്ട് ഓഫ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ആണ്, സെവറൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതിന് പല ഫംഗ്ഷനുകളിലൂടെ പല രീതികളിലൂടെയാണ് അതിൻ്റെ എല്ലാം ഡേറ്റാസുകൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് അവരെന്തോ ചെയ്യും? അതെന്ന് പറയുന്നത് ആ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യും. All these information system have fragmentation of data in hundreds of separate system degrades organizational efficiency and business performance. ഇനി ഇപ്പോൾ പല തരത്തിൽ നമുക്ക് പല തരത്തിലുള്ള പല സിസ്റ്റത്തിലൂടെയാണ് ഡേറ്റാസ്. ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായിട്ടുള്ള ഒരു ഓൺ ഡേറ്റാസ് തയ്യാറാക്കുന്നു, അതിൻ്റെ കൂടെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു സിസ്റ്റത്തിലൂടെ വേറൊരു ഇൻഫർമേഷൻ, അങ്ങനെ പലതും എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാം കൂടെ ഉള്ള ഡേറ്റാസ് എല്ലാം കൂടെ വെച്ച് ഒന്നും നോക്കി ഒന്നും മനസ്സിലാവത്തില്ല. കാരണം സെയിൽസിൻ്റെ വേറൊരു സിസ്റ്റം വഴിയുള്ള ഡേറ്റ, പർച്ചേസിന് വേറൊരു ഡേറ്റ, അതുപോലെ തന്നെ ഇൻവെൻ്ററി ആണ് വേറൊരു ഡേറ്റ, അങ്ങനെ ഓരോ തരത്തിൽ ലോജിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഡേറ്റ, സ്റ്റോറിലാണെങ്കിൽ വേറെ ഡേറ്റ, ഇങ്ങനെയൊക്കെ പല ഡേറ്റാസുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റാസ് എല്ലാം പല ഡിഫറെൻ്റ് ആകും. അപ്പോൾ ഈ ഓരോന്ന് എടുത്തുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ. ഫോർ ഇൻസ്റ്റൻസ്, sales personnel might not be able to tell at the time they place an order whether the ordered items are in inventory, and manufacturing cannot easily use sales data to plan for next production. ഉണ്ടോ? ഇവിടെ എന്ന് പറയുന്നത് ഒരു സെയിൽസ് പേഴ്സണിന് ഒരിക്കലും അതിൻ്റെ എന്ന് പറയുന്നത്
ഇൻവെന്ററി എന്താ പറയുന്നേ, സെയിൽസ് പേഴ്സൺ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആ, ഈ നമ്മുടെ ഓർഡേർഡ് ഐറ്റംസ് ഇൻവെന്ററിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു കോറി വരുന്നു, ഇന്ന സാധനം കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം നിലവിൽ ആ സാധനം നമ്മുടെ ഇൻവെന്ററിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് സെയിൽസ് ഡേറ്റ ഉപയോഗിച്ച് ഇത് പ്രൊഡക്ഷൻ ചെയ്യണോ വേണ്ടയോ എന്ന് പറയാനും പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ പല 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 സിസ്റ്റത്തിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റാസ് ഉണ്ടായിരിക്കുമ്പം പെട്ടെന്ന് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് സെയിലിൻ്റെ ഡേറ്റ മാത്രമേ കയ്യിലുള്ളൂ. അത് വെച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ ഇൻവെന്ററിയിൽ ഈ പർട്ടിക്കുലർ സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. സോ അതാണ് നമ്മുടെ ബിസിനസ്സിനെ എപ്പോഴും എന്തോ ചെയ്യുന്നു, ഡീഗ്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനുള്ള എന്താണ് സൊല്യൂഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ദ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഈസ് പ്രൊവൈഡ് ബൈ എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിനെ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞതാണ് എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഫോം ചെയ്യുന്നതിലൂടെയാണ് ഈ പ്രോബ്ലംസിനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയത്. By collecting data from numerous crucial business processes like manufacturing and production, finance and accounting, sales and marketing, and human resources, and storing the data in a single central data repository. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഉണ്ടായിരുന്ന അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല മേഖലകൾ, ഇതിപ്പോൾ ഈ മാനുഫാക്ചറിംഗിലായാലും പ്രൊഡക്ഷൻ ആയാലും ഫിനാൻസ് ആയാലും അക്കൗണ്ടിങ് ആയാലും സെയിൽസ് ആയാലും മാർക്കറ്റിംഗ് ആയാലും ഹ്യൂമൻ റിസോഴ്സ് ആയാലും ഇവരെല്ലാം എന്തോ ഇൻഡിപെൻഡൻറ്റ് ഡേറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും, അത് ബിസിനസ്സിനെ ഡീഗ്രേഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയെല്ലാം, അതായത് ഈ പലതരത്തിലുള്ള ഡേറ്റാസുകളെല്ലാം എന്തു ചെയ്യും, ഒരു സിംഗിൾ സെൻട്രൽ ഡേറ്റ ആയിട്ട് മാറ്റും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു സിംഗിൾ സെൻട്രൽ ഡേറ്റ എന്ന് പറയുന്നത് ഈ സിസ്റ്റം എന്തു ചെയ്യും, ഈ പ്രൊഡക്ഷൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, സെയിൽസിൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, മാർക്കറ്റിൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, ഫിനാൻസിൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, ഹ്യൂമൻ റിസോഴ്സ് ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു സെൻട്രൽ ഫോമിലേക്ക് ഇതങ്ങ് മാറ്റും. അപ്പോൾ സെൻട്രൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ കമ്പനിയുടെ CEO ആയാലും CFO ആയാലും അതിൻ്റെ ടോപ്പ് ലെവൽസ് ആയാലും ആർക്കായാലും ഈ സിംഗിൾ സിസ്റ്റത്തിലൂടെ എന്താണ് ഡേറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാ ഡേറ്റ ഒരു സിംഗിൾ ചാനലിലൂടെ ലഭ്യമാകും. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫലമായിട്ട് എല്ലാത്തിൻ്റെയും ഒരു സംക്ഷിപ്ത രൂപം കിട്ടുകയും ചെയ്യും ആ സിസ്റ്റത്തിലൂടെ. അതാണ് ഈ എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. So an enterprise information system, EIS, may be defined as any kind of information system which improves the functions of an enterprise business process by integration. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് ഈ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ടുഗദർ ഓർ ജോയിൻ ടുഗദർ എന്നുള്ള ഒരു മീനിങ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മേഖല, ഇത്രയും സിസ്റ്റങ്ങളെ എല്ലാം കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫോമിലേക്ക് ഇത് മാറും ഈ എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട്. അങ്ങനെ വരുമ്പോഴത്തേന് ഓരോ തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് ഡേറ്റകളെയും കളക്ട് ചെയ്തുകൊണ്ട് ഈ സെൻട്രൽ കോർ സിസ്റ്റം എന്ന് പറയുന്ന ഈ EIS എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള അവലോകന റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് എത്രയുണ്ട് ഇൻവെൻ്ററി എന്തുണ്ടെന്നുള്ള അതിൻ്റെയുള്ള ഡിസിഷൻ കിട്ടുന്നു. കാരണം ഇതെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആയി, എല്ലാം കോറിലേറ്റഡ് ആയി. അങ്ങനെ വരുമ്പോഴത്തേന് ഓരോ ഈ ബിസിനസ്സിന് എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റത്തിന് വളരെ സ്മൂത്ത് ആവുകയും ചെയ്യും, വളരെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും അതിൻ്റെ എൻ്റർപ്രൈസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. An EIS provides a technology platform that enables organizations to integrate and coordinate their business process to robust function. അപ്പം എന്താണ് ഈ റോബസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്രിട്ടിക്കൽ എൻവയോൺമെൻറ്റൽ സ്റ്റേജിലായാലും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ റോബസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ EIS സിസ്റ്റം കൊണ്ട് അതെന്തോ ചെയ്യും, അതൊരു പ്ലാറ്റ്ഫോമാണ്, ഇറ്റ്സ് എ ടെക്നോളജി പ്ലാറ്റ്ഫോം. അതെന്തോ എനേബിൾ ചെയ്യും ഓർഗനൈസേഷനെ അതിൻ്റെ ബിസിനസ് പ്രോസസ്സിനെ എന്തോ ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാനും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെ പറ്റുന്നത് മൂലം എന്ത് പറ്റും, ഏതൊരു ക്രിട്ടിക്കൽ പൊസിഷന് പോലും ബിസിനസ്സിന് ഒരു എൻ്റർപ്രൈസിന് അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത് വളരെ സ്മൂത്തും എഫക്റ്റീവും ഇമ്പ്രൂവ് ആയിട്ട് നടത്താൻ സാധിക്കും.
അതെല്ലാം ഈ EAS സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ആൻഡ് EAS provides a single system that is central to the organization that ensure information can be shared across all functional levels and management hierarchies. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ EAS സിംഗിൾ സിസ്റ്റം കൊണ്ട് എന്തു ചെയ്യും? ഇത് സെൻട്രലൈസ്ഡ് ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ ഇത് ഒരു സെൻട്രലൈസ്ഡ് ഫോമിലേക്ക് മാറ്റിക്കൊണ്ട് മാനേജ്മെന്റ് ഹയറാർക്കിയിലുള്ള എല്ലാ ഫങ്ഷണൽ ലെവലിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ഇത് ഉപകരിക്കും. ഫോർ എക്സാമ്പിൾ, ഒന്ന് സെയിൽസിന്റെ ഇതിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഇൻവെന്ററി കിടക്കുന്നു എന്നുള്ളത് ഇൻവെന്ററിയിൽ നിന്നുള്ള ഇത് ഈ EIS വരുമല്ലോ. അപ്പോൾ EIS നിന്ന് ആ ഇൻവെന്ററി ഡേറ്റ കളക്ട് ചെയ്ത സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് അത് ഉപകാരമാവും. അതുപോലെ തന്നെ ഇൻവെന്ററി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇതാവും. അതുപോലെ തന്നെ ഈ ബിസിനസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് എൻക്വയർ ആവും. സോ ഇതെങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ഫോമിലേക്ക് അതെന്തു ആവും? മാറും. അപ്പം അങ്ങനെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ബോത്ത് ദ ലെവലിലേക്ക് എന്തോ ചെയ്യും? പാസ് ചെയ്യപ്പെടും. അപ്പോൾ മാനേജ്മെന്റ് ഹയറാർക്കിക്ക് ഈ അവരുടെ ഫങ്ഷൻസിങ് ഈ ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ EIS സിസ്റ്റം സഹായിക്കും. It may be used to amalgamate existing application, and EAS can be used to increase business productivity and reduce service cycle, product development cycles, and marketing life cycle. Other outcomes includes higher operational efficiency and cost saving. അപ്പോൾ EIS ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താ പറയുക, നമ്മുടെ ബിസിനസ് പ്രൊഡക്ടിവിറ്റി എന്തോ ചെയ്യുന്നു, നമ്മളടുത്ത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ പല മേഖലയിലുള്ള വലിയ എഫേർട്ടുകൾ എന്തോ ചെയ്യും, ഇത് വളരെയേറെ റെഡ്യൂസ് ചെയ്യുക. അപ്പം മൊത്തത്തിലുള്ള വലിയ പ്രശ്നത്തെ എന്തോ ചെയ്യും, ഇത് റെഡ്യൂസ് ചെയ്ത് വളരെ ഈസി ഫോമിലേക്ക് മാറ്റുക. അപ്പം നമുക്ക് എന്തോ ചെയ്യും, അന്നേരം അതിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് എന്തുവാ? ഹയർ ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ്. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ്റെ എൻ്റർപ്രൈസിൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുകയും അതുപോലെ തന്നെ ഈ സെൻട്രലൈസ്ഡ് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കോസ്റ്റ് സേവിങ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ റാപ്പിഡായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് പ്രൊഡക്ടിവിറ്റി എന്തോ ചെയ്യാം, ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഏതുകൊണ്ട്? ഈ എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം അവതരിപ്പിക്കുന്നതിലൂടെ. അപ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ പറയുന്നത്, വെൻ എ കസ്റ്റമർ പ്ലേസ് ആൻ ഓർഡർ, the data flows automatically to other function of the company that are affected by them, leading to the enhanced coordination between these different parts of the business, which in turn lower cost and increase customer satisfaction. അപ്പം ഒരു കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന, അതായത് ദിസ് കസ്റ്റമർ എന്താ പറയുന്ന ഓർഡർ പ്ലേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണോ അഫക്റ്റ് ചെയ്യുന്നത് ആ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തു ചെയ്യും, ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെടുകയും അവിടെ ഒരു കോർഡിനേഷൻ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ കോർഡിനേഷൻ സംഭവിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, ചെറിയ ലോവർ കോസ്റ്റിലും അതുപോലെ തന്നെ കസ്റ്റമറിന് പ്രോംപ്റ്റ് ഡെലിവറി കിട്ടാൻ വേണ്ടി അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനും പറ്റും. കാരണം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഓർഡർ ട്രാൻസാക്ഷൻ ട്രിഗേഴ്സ് ദ വെയർഹൗസ് ടു പിക്ക് ദ ഓർഡേഴ്സ് പ്രോഡക്റ്റ് ആൻഡ് ഷെഡ്യൂൾ ഷിപ്മെന്റ്. അപ്പം ഓർഡർ ട്രാൻസാക്ഷൻ, അതായത് കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്തു, അപ്പോൾ എന്തോ ചെയ്തു, ഇത് ട്രിഗർ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ഇത് എന്താ പറയുന്നത്, ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഇൻഫർമേഷനെ എന്തോ റാപ്പിഡായിട്ട് പെട്ടെന്ന് പാസ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ട് പോകും? വെയർഹൗസ് ടു പിക്ക് ദ ഓർഡേഴ്സ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് എന്തോ ചെയ്യും, ആ പ്രോഡക്റ്റിനെ പിക്ക് ചെയ്യും. അപ്പോൾ ആ പ്രോഡക്റ്റിനെ പിക്ക് ചെയ്ത സംഭവം എന്നിട്ട് എന്തോ ചെയ്യും, അത് എന്ന് കൊടുക്കാൻ പറ്റും എന്നുള്ള ഷിപ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യും. രണ്ടാമെന്ന് പറയുന്നത് ദ വെയർഹൗസ് ഇൻഫോംസ് ദ ഫാക്ടറി ടു റിപ്ലനിഷ് വാട്ട് എവർ ഹാസ് ഡിപ്ലീറ്റഡ്. അപ്പോൾ വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് ഇപ്പോൾ ഒരു സാധനം പോയി കഴിഞ്ഞാൽ വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റ് ഫാക്ടറിയിലേക്ക് ഇൻഫോം ചെയ്യും എന്താണ് സാധനമാണ് അവിടെ നിന്ന് എന്തോ ചെയ്തേക്കുന്നത്, പാസ് ചെയ്തേക്കുന്നത് പറയും. ഇതിനെല്ലാം സിസ്റ്റം ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും മാനുവലിയിലുള്ള ചില കാര്യങ്ങൾ വേണം. കാരണം നമ്മളുടെ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോഴത്തേന് മാനുവലി തന്നെ എന്താ പറയുന്നത്, അതിനകത്തുനിന്ന് കുറവ് സംഭവിച്ചു. അപ്പോൾ എന്താണ് നമ്മൾ പാസ് ചെയ്യപ്പെടുന്നുള്ള വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫോം ചെയ്യും. അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഈസ് നോട്ടിഫൈഡ് ടു സെൻഡ് ദ കസ്റ്റമർ ആൻഡ് ഇൻവോയ്സ്. അപ്പോൾ ഇനി അത് പിന്നെ ഇൻഫർമേഷൻ കിട്ടുന്ന അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് എന്തോ സഡൻലി എന്തോ ചെയ്യും, ഇൻവോയ്സ് എന്തോ ചെയ്യും, കസ്റ്റമർക്കുള്ള ഇൻവോയ്സ് സെൻഡ് ചെയ്യും. ഡെപ്റ്റേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കീപ്സ് ട്രാക്ക് ഓഫ് പേയ്മെന്റ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ഡിപ്പാർട്ട്മെന്റിലും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അവരെന്തോ ചെയ്യും, ഈ പേയ്മെന്റ്സ്, അതായത് കസ്റ്റമറിന്റെ പേയ്മെന്റ് എന്തോ ചെയ്യും, ട്രാക്ക് ചെയ്യപ്പെടാൻ തുടങ്ങും. അടുത്തതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് ട്രാക്ക് ദ പ്രോഗ്രസ് ഓഫ് ദ ഓർഡർ ത്രൂ എവറി സ്റ്റെപ്പ് ടു ഇൻഫോം കസ്റ്റമേഴ്സ് അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് ദെയർ ഓർഡേഴ്സ്. അപ്പോൾ കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡറിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഈ കസ്റ്റമേഴ്സിനെ ഓരോ സ്റ്റെപ്പും അറിയിക്കുകയും ചെയ്യും. നമ്മൾ
ആമസോണിന്നോ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്യുമ്പം അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പഴത്തേനും നേരെ ഫസ്റ്റ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് 1 ഇങ്ങനെ കാണിക്കും. നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്തു. അത് വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ഷിപ്മെന്റിലേക്കായി. അത് കഴിഞ്ഞതിന് ശേഷം ബൈ കൊറിയർ ഡിപ്പാർട്ട്മെന്റിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കുറേ സംഗതികൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എപ്പോഴാണ് ഈ ഡെലിവറി സംഭവിക്കുക എന്നുള്ളത്, നമുക്ക് ഈ സാധനം കിട്ടുക എന്നുള്ളതെല്ലാം ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെടും. ഇതൊക്കെ ഒരു വളരെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു എന്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഒരു എന്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് ദാണ്ടെ കുറച്ചും കൂടെ ഒരു ഷോർട്ടായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഓർഡർ ചെയ്യുന്നു. കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് ഉടനെ ഇൻഫർമേഷൻ കിട്ടുന്നു. അവരെന്താണ് പേയ്മെന്റ്സ് ട്രാക്ക് ചെയ്യുന്നതാണ്. കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റീസ് എല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ട് എന്തോ ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് അത് ഷെയർ ചെയ്യുന്നു, അത് കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യുന്നു. വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ട്രിഗർ ചെയ്യും, അത് പിക്ക് ചെയ്യുക, ഇൻവെന്ററി പിക്ക് ചെയ്യാൻ വേണ്ടി. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇൻവോയ്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി എന്തോ പറയുന്നു, ഒറ്റ പ്ലേസിങ് ഓർഡർ കൊണ്ട് ഇതെല്ലാം ഒറ്റയടിക്ക് നടക്കുന്നു. ഇതാണ് ഒരു കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്റർപ്രൈസ് ബിസിനസ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണ്. ഇപ്പോൾ എന്റർപ്രൈസ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പം എന്താണെന്ന് വെച്ചാൽ, എ ബിസിനസ് പ്രോസസ് ഈസ് ആൻ ആക്ടിവിറ്റി ഓർ സെറ്റ് ഓഫ് ആക്ടിവിറ്റി ദാറ്റ് വിൽ അക്കംപ്ലിഷ് എ സ്പെസിഫിക് ഓർഗനൈസേഷണൽ ഗോൾ. അപ്പോൾ ബിസിനസ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ആൻ ആക്ടിവിറ്റി ഓർ സെറ്റ് ഓഫ് ആക്ടിവിറ്റി, അതുപോലെ പ്രവൃത്തികൾ, പല പ്രവർത്തനങ്ങളാകാം. അത് എന്തിനാ, ഒരു സ്പെസിഫിക് ഓർഗനൈസേഷന് വേണ്ടി അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ത് പറയുന്നത്, ബിസിനസ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബിസിനസ് പ്രോസസ് ആർ ഡിസൈൻഡ് ആസ് പെർ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ് പ്രോസസ്സ് ഡിസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിന്റെ വിഷനും മിഷനും കൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി വിഷൻ എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യമായ വിഷൻ ഇല്ലാത്ത ഒരു കമ്പനിയിലും ഇന്നത്തെ ഈ ഒരു എൻവയോൺമെന്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം കൃത്യമായ വിഷനും അതുപോലെ തന്നെ മിഷനുമുള്ള ടോപ്പ് മാനേജ്മെന്റിന്റെ അതാണ് ഈ ബിസിനസ് പ്രോസസ്സിനെ എന്തോ പറയുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. Business process are reflection of entities management thought process. The success or failure of an organization depend on how meticulously business processes have been designated and implemented. Designed and implemented. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടോപ്പ് മാനേജ്മെന്റ് ആണ് ആ വിഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിഷനും മിഷനും ഒരു എന്റർപ്രൈസിനെ തയ്യാറാക്കുന്നത്, ഇതൊരു തോട്ട് പ്രോസസ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ചിന്തിച്ചും വളരെയേറെ റിസർച്ച് ചെയ്തുമൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംഭവങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തോ ചെയ്യും, ഔട്ട്ഡേറ്റഡ് ആയി പോകും, അത് ഫെയിലിയർ ആയി പോകും. ഫോർ എക്സാമ്പിൾ, ഒരു 10 ഇയേഴ്സ് ബാക്ക് 20 ഇയേഴ്സ് ബാക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികളുണ്ടായിരുന്നു. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനി ഈ കളർ ടി വിയുടെ ഇൻവെൻഷനോട് കൂടിയിട്ട് അവരങ്ങോട്ട് മാറാൻ ഇല്ലാത്ത ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അവർ ഫ്രീക്വൻ്റ്ലി എന്തോ ചെയ്തു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവർ ഈ ചേഞ്ചസ് അവർക്ക് പിടികിട്ടിയില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി ഒരു കളർ കാലഘട്ടത്തിൻ്റെ യുഗമാണ്. അപ്പോൾ അവിടെ കളർ ടി വി ആണ് വിൽക്കപ്പെടേണ്ടതെന്ന് അറിയാതെ ഇവരിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, കളർ ടി വിയുടെ ആവിർഭാവത്തോടു കൂടി ആൾക്കാർ കളർ ടി വി വാങ്ങിച്ചു തുടങ്ങി. അപ്പോൾ കൃത്യമായിട്ട് വിഷനുള്ള കമ്പനീസ് കളർ ടി വിയിലേക്ക് ചേഞ്ച് ചെയ്തു. അവർ കളർ ടി വി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി പിന്നീട് ആൾക്കാർക്ക് വേണ്ടാതായി. ഇപ്പോൾ ആരെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉപയോഗിക്കുമോ? ഇല്ല, ആർക്കും വേണ്ടാതായി. അങ്ങനെ എന്തോ ചെയ്തു, അത് ഔട്ട്ഡേറ്റഡ് ആയി പോവുകയും ചെയ്തു. സോ അങ്ങനെ കൃത്യമായിട്ടുള്ള വിഷനും മിഷനും ഒക്കെ ഉണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ എന്ന് പറയുന്നത് സക്സസിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. സോ അതൊരു തോട്ട് പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ വളരെ ചിന്തിച്ചും വളരെ എന്താ പറയുന്നത്, ഒരു മെട്രിക്കുലസ്ലി, അതായത് ത്രൂ ഔട്ട് ദ പ്രോസസ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നല്ല ചിന്തയോടുകൂടി, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു
അവബോധം ഉണ്ടാവണം. മാർക്കറ്റ് സ്ട്രാറ്റജിയെ പറ്റിയൊക്കെ അവബോധം ഉണ്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരു ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിനെയും ഫെയില്യൂറിനെയും കാരണമാകുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ്, BPM എന്ന് പറയുന്നത്. എന്താണ് ഈ BPM എന്ന് പറയുന്നത്? BPM ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ അച്ചീവ് 3 E's ഫോർ ബിസിനസ് പ്രോസസ്സ്. അപ്പം BPM എന്ന് പറയുന്നത് ഒരു ഒരു പ്രോസസ്സാണ്. അപ്പോൾ ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു 3 E's ആണ്. 3 E's എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ആൻഡ് എക്കണോമി. അപ്പോൾ എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, എക്കണോമി ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ BPM ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു ഇംപ്രൂവിങ് ദിസ് പ്രോസസ്. ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് ഈസ് ആൻ all round activity working on a 24/7 basis to ensure improvement in all parameters all the time. The key components of business process are ഔട്ട്ലൈൻഡ് ബിലോ. അപ്പം എന്താണ് ഈ ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എല്ലാത്തിലും ആ ബിസിനസ്സിൻ്റെ പ്രോസസ്സ് എല്ലാ മേഖലയിലും എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, എക്കണോമി ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പം ഇതെന്ന് പറയുന്നത് 24/7 ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഓൾ ടൈംസിൽ ഓൾ റൗണ്ട് ആക്ടിവിറ്റിയാണെന്ന് പറയും. എല്ലാ മേഖലകളിലും ഉള്ള എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, എക്കണോമി ഒക്കെ എൻഷുർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എൻഷുർ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും എൻഷുർ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റിയൊക്കെ വളരെയേറെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതിനെയാണ് ബിസിനസ് പ്രോസസ്സിൻ്റെ കീ കമ്പോണൻസുകളാണ് ഇതിന്. അപ്പോൾ എന്താണ് കീ കമ്പോണൻസ് എന്ന് നമുക്ക് നോക്കാം. അതൊരു ടേബിളിലാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് വിഷൻ, സ്ട്രാറ്റജി, ബിസിനസ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്കെന്താണ് നമ്മുടെ ഓർഗനൈസേഷന് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അപ്പോൾ വിഷൻ, സ്ട്രാറ്റജി, പ്ലാനിങ് ഉണ്ടായിരിക്കണം, മെർജർ അക്വിസിഷൻ, ഗവേണൻസ് ആൻഡ് കംപ്ലയൻസ് ഇതെല്ലാം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ആൻഡ് മാനേജ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എന്തോ ഡെവലപ്പ് ചെയ്യുക, ആ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിനെ എന്തോ മാർക്കറ്റ് ചെയ്യുക, സെല്ല് ചെയ്യുക, ആ മാർക്കറ്റ് സെല്ല് ചെയ്യുമ്പോൾ അത് ഡെലിവർ ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് അതെന്തോ ചെയ്യുക, കസ്റ്റമറിലേക്ക് ഡെലിവർ ചെയ്യുക. മാനേജ് കസ്റ്റമർ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യുക. അപ്പം കൃത്യമായിട്ട് അത് പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുക, അതിന് മാർക്കറ്റ് ചെയ്യുക, പിന്നെ അതിനെ സെല്ല് ചെയ്യുക, സെല്ല് ചെയ്യുന്ന സാധനം കൃത്യമായിട്ട് കസ്റ്റമറിലേക്ക് ഡെലിവർ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇതെല്ലാം എന്താ പറയുന്നത്, ഓപ്പറേഷൻ പ്രോസസ്സിൻ്റെ ഒരു ക്രോസ് ഫങ്ഷൻ ലിങ്കേജ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് പ്രോസസ്സ് ഉണ്ട്. സോ അതിനകത്ത് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, അതുപോലെ റെഗുലേറ്ററി എൻവയോൺമെൻറ്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ്, എക്സ്റ്റേണൽ റിലേഷൻ മാനേജ്മെൻറ്റ്, നോളജ് ആൻഡ് ഇംപ്രൂവ് ദ ചേഞ്ച് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും മാനേജ്മെൻറ്റ് പല മേഖലകളിൽ എന്തോന്ന് പറയുന്നത് നമ്മൾ ഓരോ ഘട്ടങ്ങളിലും എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. ഇതിനെയാണ് നമ്മൾ എൻ്റർപ്രൈസ് ബിസിനസ് പ്രോസസ് മോഡലാണ്. നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ ബിസിനസ് പ്രോസസ് മോഡലാണ്. ഇത്രയും ഫാക്ടേഴ്സുകളെല്ലാം എന്തെന്ന് പറയുന്നത് ഒരു കീ ഗൈഡിങ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ എന്താ പറയുന്നത് ഈക്വലായിട്ട് സംയോജിക്കുമ്പോൾ മാത്രമാണ് ഒരു എൻ്റർപ്രൈസ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ അത് വളരെ പ്രോഫിറ്റബിൾ റേഞ്ചിലേക്കൊക്കെ പോകുന്നത്. The key guiding factor for any business process shall be top management vision and mission. അപ്പം ഈ ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ടോപ്പ് മാനേജ്മെൻറ്റ് വിഷൻ, മിഷൻ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടറുണ്ട്. ദ വിഷൻ ആൻഡ് മിഷൻ ഷാൽ ബി അച്ചീവ്ഡ് ത്രൂ ഇംപ്ലിമെൻറ്റിംഗ് ഓപ്പറേഷണൽ സപ്പോർട്ട് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ്. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ വിഷൻ ആണ്, മിഷൻ ആണ്, ടോപ്പ് മാനേജ്മെൻറ്റ് വിഷൻ, മിഷനിൽ ആണ് അതിൻ്റെ കീ ഫാക്ടർ എന്ന് പറഞ്ഞു. അതിലൂടെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചറിനെ നിശ്ചയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെ സ്വാധീനിക്കുന്ന സർവീസസുകൾ ഏതൊക്കെയാണെന്നെങ്കിൽ അത് ഓപ്പറേഷണലുണ്ട്, സപ്പോർട്ടുണ്ട്, മാനേജ്മെൻറ്റ് സർവീസസ് ഉണ്ട്. അപ്പോൾ ഓപ്പറേഷണൽ, സപ്പോർട്ടിങ്, അതുപോലെ തന്നെ സപ്പോർട്ടിങ് പ്രോസസ്സ് ഉണ്ട്, അതുപോലെ മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ഇത്രയും സർവീസസും കൂടെ ഒത്തുചേരുമ്പോഴാണ് കൃത്യമായിട്ടുള്ള വിഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ റെഫേർഡ് ടു ആസ് എ കാറ്റഗറീസ് ഓഫ് ബിസിനസ് പ്രോസസ്സ്. അപ്പോൾ ഇതിനെ നമ്മൾ ബിസിനസ് പ്രോസസ്സിൻ്റെ കാറ്റഗറീസ് ആയിട്ട് ബന്ധപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ബിസിനസ് പ്രോസസ്സിൻ്റെ കാറ്റഗറി എന്ന് നോക്കാം.
Depending on the organization, industry, and the nature of work, business process are often broken into different categories. അപ്പം നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ അല്ല അതിൻ്റെ നേച്ചർ ഓഫ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് പ്രോസസ്സിനെ നമുക്ക് കുറച്ച് കാറ്റഗറൈസ് ചെയ്യുക. അപ്പം ഏതാണ് കാറ്റഗറൈസ് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ പ്രോസസ്സ്, രണ്ട് സപ്പോർട്ടിംഗ് പ്രോസസ്സ്, മൂന്ന് മാനേജ്മെൻറ്റ്. അപ്പം മൂന്ന് കാറ്റഗറി ഉണ്ട് ബിസിനസ് പ്രോസസ്സ്. ഒന്നെന്ന് പറയുന്നത് ഓപ്പറേഷണൽ പ്രോസസ്സാണ്, രണ്ടെന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് പ്രോസസ്സാണ്, മൂന്നാമെന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ്സാണ്. അപ്പോൾ ഈ മൂന്ന് പ്രോസസ്സുകളും എല്ലാം കൂടെ ചേർന്നതാണ് ടോപ്പ് മാനേജ്മെന്റിന്റെ വിഷൻ ആൻഡ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തത് നമുക്ക് എന്താന്ന് നോക്കാം. ഓപ്പറേഷണൽ പ്രോസസ്സ് ഓർ പ്രൈമറി പ്രോസസ്സ്. അപ്പോൾ ഓപ്പറേഷണൽ പ്രോസസ്സിനെ ഇതിന്റെ പ്രൈമറി പ്രോസസ്സ് എന്നാ പറയുന്നത്. ഈ ഓപ്പറേഷണൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ്. ഇപ്പോൾ ഓപ്പറേഷണൽ ഓർ പ്രൈമറി പ്രോസസ് ഡീൽ വിത്ത് ദ കോർ ബിസിനസ് ആൻഡ് വാല്യൂ ചെയിൻ. അതിന്റെ കോർ ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ, ഡേ ടു ഡേ ആക്ടിവിറ്റി എല്ലാം കൂടി ചേർന്ന് അതിന്റെ കോർ ബിസിനസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഓപ്പറേഷണൽ ബിസിനസ്. സാധനം വാങ്ങിക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ ഒരു സൈക്ലിക്കൽ വേ ആണ്. These processes deliver value to the customer by helping to produce or product or service. Operational processes represent essential business activities that accomplish business objectives. Example, purchasing, manufacturing, sales. Also, order to cash cycle and purchase to pay cycles are associated with revenue generation. അപ്പോൾ ഈ റവന്യൂ അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മുടെ റവന്യൂ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഓപ്പറേഷണൽ പ്രോസസ്സ്. അപ്പോൾ ഈ ഓപ്പറേഷൻ പ്രോസസ്സിലൂടെയാണ് എല്ലാം നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധനം എന്താ പറയുന്നത് പർച്ചേസ് ചെയ്യുന്നു, അത് മാനുഫാക്ചർ ചെയ്യുന്നു, അതുപോലെ തന്നെ അത് സെയിൽ ചെയ്യുന്നു, അതുപോലെ സെയിൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്യാഷ് നമ്മൾ ഇങ്ങോട്ട് കിട്ടുന്നു, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, ഇതെല്ലാം കസ്റ്റമർ നമുക്ക് പൈസ ഇങ്ങോട്ട് തരുന്നു, ഇതെല്ലാം അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ റവന്യൂ ഇതെല്ലാം കൂടി ചേർന്നയാണല്ലോ നമ്മുടെ റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ റവന്യൂ ജനറേഷനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മേഖലയും കൂടെ കൂടി ചേരുന്നതാണെന്ന് പറയുന്നത് ഓപ്പറേഷൻ ആൻഡ് പ്രൈമറി പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. രണ്ടാമതെന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് പ്രോസസ്സ് ഓർ സെക്കൻഡറി പ്രോസസ്സ്. അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് പ്രോസസ്സാണ്. എന്താണ് സപ്പോർട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് കോർ പ്രോസസ് ആൻഡ് ഫംഗ്ഷൻ വിത്തിൻ ഓർഗനൈസേഷൻ. അപ്പം നമ്മുടെ കോർ പ്രോസസ്സ് എന്താണ് നമ്മൾ പറഞ്ഞു, പ്രൈമറി പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷണൽ പ്രോസസ്സ്. അപ്പോൾ ഓപ്പറേഷണൽ പ്രോസസ്സിനെ ബാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനാണ് ഈ സപ്പോർട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് സപ്പോർട്ടിംഗ് ഓർ മാനേജ്മെന്റ് പ്രോസസ് ഇൻക്ലൂഡ് അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് വർക്ക് പ്ലേസ് സേഫ്റ്റി. അപ്പം നമ്മുടെ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും അതായത് പിന്നെ വർക്ക് പ്ലേസിന്റെ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഇവരെല്ലാം സപ്പോർട്ടിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനെയാ, നമ്മുടെ ഈ പറയുന്ന ഓപ്പറേഷണൽ ഇതിനെ, അതായത് നമ്മുടെ കോർ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കാരണം ഇതിന് കോർ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ സംഗതികളെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഹ്യൂമൻ റിസോഴ്സ് സപ്പോർട്ട് ചെയ്യണം. അത് ഹ്യൂമൻ റിസോഴ്സിന് എന്താണ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ അതുപോലെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുകയും അവരുടെ കാര്യങ്ങളിൽ എൻഷുർ ചെയ്യുകയും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നടക്കുന്നതുകൊണ്ട് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അവർ നടക്കണം. ഇനി ഇത് കൃത്യമായിട്ട് വളരെ സേഫ്റ്റിയോടുകൂടിയാണ്, അപകടങ്ങളൊന്നും കൂടാതെയാണോ വർക്ക് ചെയ്യുന്നത് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പിന്നെ ഇവർക്ക് ശമ്പളം കൊടുക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പർച്ചേസിന്റെ പേയ്മെന്റ് കൊടുക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ എല്ലാ കാര്യത്തിനുള്ള റിലേറ്റഡ് കാര്യങ്ങളെല്ലാം അതുപോലെ ഇൻവോയ്സ് റെഡിയാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് എന്തോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കോർ പ്രോസസ് ആയിട്ടുള്ള ഓപ്പറേഷണൽ പ്രോസസ്സിന് എന്ന് പറയുന്നത് ഒരു ജീവനാളമാണ്. അപ്പോൾ അതിന്റെ ബാക്ക് സപ്പോർട്ടിംഗ് പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. One key differentiator between operational and supporting process is that support process do not provide value to customers directly. However, it should be noted that hiring the right people for the right job and has a direct impact on the efficiency of the enterprise. അപ്പോൾ നമ്മൾ പറയുന്നു ഈ സപ്പോർട്ടിംഗ് പ്രോസസ്സ് ഒരിക്കലും ഡയറക്റ്റ്ലി കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്യാറില്ല, കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യാറില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി തീരുമാനിക്കുന്നത് വളരെയേറെ ഘടകമുള്ളതാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് ജോബ് വിത്ത് റൈറ്റ് ടൈം. ശരിയായ സമയത്ത് ശരിയായ ആളെ ശരിയായ ജോബിലേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാരമേറിയ ജോലിയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അറിയാവുന്നവനെ കമ്പ്യൂട്ടറിൻ്റെ ജോലി ഏൽപ്പിക്കുക എന്ന് പറയുന്നുണ്ട്.
പ്ലംബിംഗ് ജോലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഫീൽഡാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ബേസിൽ അറിയാവുന്നവരെ മാത്രമേ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇലക്ട്രിക്കൽ ജോലിയിൽ പ്ലംബിംഗ് ജോലി അറിയാവുന്നവരെ കൊണ്ട് ഇലക്ട്രിക്കൽ ജോലി അറിയാവുന്നവരെ കൊണ്ട് പ്ലംബിങ്ങിലും പ്ലേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ റൈറ്റ് പീപ്പിൾ ഫോർ റൈറ്റ് ജോബ്. യഥാർത്ഥ ആൾക്കാർക്ക് അതിൻ്റെ ആൾക്ക് പറ്റിയ ജോബ് ഏതാണോ അവിടെ പ്ലേസ് ചെയ്യുന്നതിനാണ് സപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. ദ മെയിൻ HR പ്രോസസ് ഏരിയാസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ലോജിക്കൽ ഫങ്ഷണൽ ഏരിയാസ്: റിക്രൂട്ട്മെന്റ് ആൻഡ് സ്റ്റാഫിംഗ്, ഗോൾ സെറ്റിംഗ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്, പെർഫോമൻസ് മാനേജ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ എഫിഷ്യൻസിയൊക്കെ തീരുമാനിക്കുന്ന സപ്പോർട്ടിംഗ് പ്രോസസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ടതാണ് ഈ HR മാനേജ്. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ശരിയായ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതായത് ആ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ചുമതലയാണ്. അവരാണ് കൃത്യമായിട്ട് ഇൻ്റർവ്യൂ നടത്തി അവരാളെ റിക്രൂട്ട് ചെയ്യുന്നു. അതിനെ എന്തോ ചെയ്യുന്നു, ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിലേക്കുള്ള ആളുകളെയാണ് ആവശ്യമെന്ന് കണ്ടെത്തുന്നു. എന്നിട്ട് ശേഷം അതിന് കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവരെ എന്തോ ചെയ്യുന്നു, അവിടെ പ്ലേസ് ചെയ്യുന്നു. അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് ജോബിൽ പ്ലേസ് ചെയ്തുകൊണ്ട് അവരുടെ ജോലി തീർന്നില്ല. പിന്നീട് അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷനോ അതുപോലെ ബെനിഫിറ്റ്സോ അതുപോലെ സാലറിയിലുള്ള ഇൻക്രിമെൻറ്റ്, ഇതെല്ലാം പെർഫോമൻസ്, ഇതെല്ലാം അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആരുടെ ചുമതലയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ചുമതലയാണ്. ഇത് കൃത്യമായ രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെയേറെ എഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. അടുത്ത എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് നോക്കാം. Management process measures monitor and control activities related to business procedures and systems. Examples of management process include internal communication, governance, strategy planning, budgeting, and infrastructure or capacity management like supporting process. Management process do not provide value directly to the customers. However, it has direct impact of the efficiency of the enterprises. അപ്പം ഇവിടെ എന്ന് പറയുന്നത് കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് എന്നുള്ളതെന്ന് പറയുന്നത് ഓപ്പറേഷണൽ പ്രോസസ്സിന് മാത്രമേ ഉള്ളൂ. സപ്പോർട്ടിംഗ് പ്രോസസ്സിനും മാനേജ്മെൻറ്റ് പ്രോസസ്സിനും എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഒരു കാരണവശാലും കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് റിലേഷൻസ് ഇല്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും എന്താ പറയുന്നില്ല, പിന്നെ ഒരു ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു വാല്യൂം പ്രൊവൈഡ് ചെയ്യുന്നില്ല ഏത് മാനേജ്മെൻറ്റ് പ്രോസസ്സും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് പ്രോസസ്സ്. അതുപോലെ ഇപ്പോൾ മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ പ്രത്യേകതയാണ് അവരാണ് ഇതിന് യഥാർത്ഥത്തിൽ പറയുന്ന ഒരു ഒരു ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് ആക്ച്വലി ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് ആയാലും അതുപോലെ തന്നെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആയാലും ഗവേൺസിലായാലും അതുപോലെ തന്നെ കമ്പനിക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളും ഇതെല്ലാം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിലൂടെയാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു സെറ്റ് ഒരു ഓർഗനൈസേഷൻ ബഡ്ജറ്റിംഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് പല ഗ്രാഫിക്കലിൻ്റെ സഹായത്തോടു കൂടി നെക്സ്റ്റ് ഒരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് എവിടെ എത്തണമെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഈ കമ്പനി അല്ലെങ്കിൽ ഈ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഏത് ലെവലിൽ റീച്ച് ചെയ്യണമെന്നൊക്കെ ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അവിടെയാണ് അതിൻ്റെ കീ ആയിട്ടുള്ള അതിൻ്റെ മീൻസ് മാസ്റ്റർ ബ്രെയിൻസ് എന്ന് പറയാം. അതിൻ്റെ കീ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യുന്നതും അതുപോലെ മെഷർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. അപ്പം നമ്മുടെ ബിസിനസ് പ്രൊസീജിയർ സിസ്റ്റത്തിനെ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും അതിനെ മെഷർ ചെയ്യും എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഇതിനകത്തിട്ടുണ്ട്. പ്രോസസ് ഓഫ് ബഡ്ജറ്റിങ്ങിനെ പറ്റിയുള്ളൊരു എക്സാമ്പിളാണ്. അതെന്താണെന്ന് നോക്കാം. റഫറിങ് ടു ദ ഫിഗർ 1.2.3 ഇതാണ് ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. ഇൻ ആൻ enterprise, budgeting needs to be driven by the vision, what enterprise plans to accomplish, and the strategy plan steps to get there. Having a formal and structured budgeting process is a foundation for good business management, growth and development. അപ്പം നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ബിസിനസ് ബഡ്ജറ്റിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ
ഗുഡ് ബിസിനസ് മാനേജ്മെന്റിന്റെ ഫൗണ്ടേഷൻ ആണെന്ന് നമുക്ക് പറയാം. അതിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും എല്ലാം തീരുമാനിക്കുന്ന ഒരു സ്ട്രക്ചേർഡ് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് മേക്ക് ചെയ്യുന്നതിലൂടെയാണ്. അപ്പം മാനേജ്മെന്റ് പ്രോസസ്സ് കൃത്യമായിട്ട് അവലോകനം കൊടുത്തിക്കൊണ്ട് ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് എവിടെ എത്താൻ സാധിക്കുന്നു എന്ന് കൃത്യമായിട്ട് എന്താ പറയുന്നത്, അവലോകനം ചെയ്ത് കൃത്യമായിട്ട് അനാലിസിസ് നടത്തിയിട്ട് ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു 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 ബഡ്ജറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നതിലൂടെയാണ് നമ്മുടെ ഒരു ബിസിനസ് മാനേജ്മെന്റിന്റെ പ്രവർത്തനത്തിലൂടെ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റ് കൈവരിക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ചെയിനാണ് നമ്മൾ നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ക്ലിയർ കട്ട് ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ആ വിഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടാവണം. പിന്നെ അതൊരു ബിസിനസ് ഗോളായിട്ട് മാറണം. ഇനി അതിന് എത്ര റവന്യൂ നമുക്കത് കിട്ടുമെന്നുള്ള ഒരു പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കണം. റവന്യൂ കിട്ടുന്നതോടൊപ്പം തന്നെ കോസ്റ്റും അതിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കോസ്റ്റ് എത്രയാണെന്നുള്ള ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, അതുപോലെ പ്രോഫിറ്റ് പ്രൊജക്ഷൻസ്. അപ്പോൾ ഇത്രയും ഒരു പ്രൊജക്റ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് അവതരിപ്പിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റും പ്രൊജക്റ്റഡ് പി ആൻഡ് എന്ന് കേട്ടില്ല. അപ്പോൾ ഒരു പ്രൊജക്ഷൻ അവതരിപ്പിക്കുന്നതിലൂടെ അതും കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ടാണ് അതിൻ്റെ നമ്മുടെ കറന്റ് ഡേറ്റ വെച്ച് ഒരു പ്രൊജക്റ്റഡ് ഇത് അവതരിപ്പിക്കുകയും അതെന്ന് പറയുന്ന ഒരു ബോർഡ് അപ്രൂവലിലേക്ക് വെക്കുകയും എന്നിട്ട് ആ ബഡ്ജറ്റ് റിവ്യൂയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബഡ്ജറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ടേബിളിലൂടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ടേബിൾ 1 വിഷൻ ആൻഡ് മിഷനെ പറ്റി. വൺ ഓഫ് ഏഷ്യാസ് ലാർജസ്റ്റ് ഡയറി പ്രോഡക്ട്സ് കമ്പനീസ് ഡിസൈഡ് ടു 2005 ടു ഇൻക്രീസ് ഇറ്റ്സ് ടേൺ ഓവർ ബൈ 2x ഇൻ നെക്സ്റ്റ് 10 years. ദ പ്രസന്റ് ടേൺ ഓവർ വാസ് 10,000 crores. അപ്പം എന്താണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു ഏഷ്യ ഡയറി പ്രോഡക്ട്സ് കമ്പനി എന്ന് പറയുന്നത് അവർ ഡിസൈഡ് ചെയ്യുന്നു 2005 ടു ഇൻക്രീസ് ടേൺ ഓവർ ബൈ 2x, 2 മടങ്ങായിട്ട് എന്താ പറയുന്നത്, അടുത്ത 10 വർഷത്തേന് എന്താ പറയുന്നത്, അത് 2 മടങ്ങായിട്ട് കൂടണം എന്നുള്ള ഒരു വിഷനും മിഷനും ഉണ്ടായി. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ്സാണ്. അവിടെ എന്താ ചെയ്യുന്നത്? ദ ടോപ്പ് മാനേജ്മെന്റ് സെറ്റ് ഡൗൺ ആൻഡ് ലിസ്റ്റഡ് ആക്ടിവിറ്റീസ് ടു ബി ഡൺ ടു അച്ചീവ് ദ സെഡ് ടേൺ ഓവർ. അപ്പം ഇനി മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഭാഗം അവർ ആദ്യം ഒരു വിഷൻ ഉണ്ടാകുന്നു, അടുത്ത ഒരു 10 വർഷത്തിൽ 2 ടൈംസ് എന്ന് പറയുന്നത് കൂടണം, ടേൺ ഓവർ കൂടണമെന്ന്. അപ്പം ഇനി ഈ ടേൺ ഓവർ അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണമെന്നുള്ളത് ഈ മാനേജ്മെന്റ് പ്രോസസ്സിലൂടെ തീരുമാനിക്കുന്നു. അതെന്തൊക്കെയാണ്? എൻ്റർ ഇൻ ടു ന്യൂ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് പുതിയൊരു മാർക്കറ്റ്സിലേക്ക് എൻ്റർ ചെയ്യുക. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഹാവ് ഇന്ത്യ പ്രസൻസ്. അറ്റ് പ്രസന്റ് ദ കമ്പനി പ്രോഡക്ട്സ് വെയർ ബീങ് സോൾഡ് അക്രോസ് 20 out of 25 states ആൻഡ് ഓൾ സ്റ്റേറ്റ് ക്യാപിറ്റൽ എക്സ്ക്ലൂഡിംഗ് ദ 4 മെട്രോസ് നെയ്മലി ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. അപ്പോൾ എന്തെന്ന് പറയുന്നത്, ഒരു പുതിയ മാർക്കറ്റുകളെ കണ്ടെത്തിക്കൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നു, തൻ്റെ പ്രോഡക്ട്സ് സോൾഡ് ചെയ്യണമെന്ന് അവരൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ലോഞ്ച് ന്യൂ പ്രോഡക്ട്സ്, പുതിയ പ്രോഡക്ട്സുകളെ എന്താ പറയുക അവർക്ക് മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കാം. ഫ്യൂ ന്യൂ പ്രോഡക്ട്സ് ദാറ്റ് വാസ് ഡിസൈഡ് സോൾഡ് ഫ്യൂച്ചർ ഇൻക്ലൂഡ്സ് ബിസ്ക്കറ്റ്, ടോസ്റ്റഡ്. അപ്പം കമ്പനി ഇപ്പോൾ എന്താ പറയുന്നത്, ഡയറി പ്രോഡക്ട്സ് ആണ് വിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാം, ഫ്യൂച്ചറിലേക്ക് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ടോസ്റ്റോ ആട്ടയോ പാക്കഡ് ഡ്രിങ്കിങ് വാട്ടറോ ഒക്കെ വിൽക്കുന്നതിലൂടെ ഒരു ആ മേഖലയിലേക്കും കൂടെ നടത്തിക്കൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റിനെ ലോഞ്ച് ചെയ്യുന്നതിലൂടെ ഈ ഒരു ടേൺ ഓവറിലേക്ക് എത്തിക്കാം എന്ന് അവർ വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം. അക്യൂർ എക്സിസ്റ്റിംഗ് ഡയറീസ് ഇൻ മാർക്കറ്റ്സ് വെയർ കമ്പനി ഹാഡ് നോ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി മിൽക്ക്, അതായത് അവരുടെ പ്രോഡക്ട്സ് വിൽക്കാത്തിടത്തുകളെ എന്തോ ചെയ്യുന്നു, അവിടെ ചെന്നുകൊണ്ട് എന്തോ ചെയ്യുന്നു, അക്യൂർ ചെയ്യുന്നു, മാർക്കറ്റ്സിനെ അക്യൂർ ചെയ്യുന്നു. അപ്പം ഈ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ എന്തോ ചെയ്യുന്നു, ഈ മാനേജ്മെന്റ് പ്രോസസ്സ് എന്തോ ചെയ്യുന്നു, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ. ഒന്ന് പുതിയ പ്രോഡക്ട്സുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ടേൺ ഓവറിൽ എത്തിക്കാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെ മാർക്കറ്റിനെ അക്യൂർ ചെയ്യാനോ എന്ന് തീരുമാനിക്കുന്നു. അപ്പം ഇതിന് എന്തൊക്കെ വേണ്ടുന്നതെന്നുള്ള എല്ലാം മാനേജ്മെന്റ് പ്രോസസ്സ് എന്തോ ചെയ്യുന്നു, ആക്ടിവിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഇനി സപ്പോർട്ടിംഗ് പ്രോസസ്സിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ഓൾ ആക്ടിവിറ്റീസ് ടു ബി ഡൺ ആസ് envisioned by top management, a huge effort was needed in a human resource front. This include defining and creating a new management structure, performing all human resource activities as listed above. എന്ന് പറഞ്ഞാൽ ഇനി സപ്പോർട്ടിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തു ടോപ്പ് മാനേജ്മെന്റ്. ഇനിയുള്ള ഹ്യൂജ് എഫോർട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഫ്രണ്ടിൽ നിന്നാണ് നടത്തേണ്ടത്. കാരണം ഇനി ഇതിന് വേണ്ടുന്ന ഒരു ക്രിയേറ്റീവ് മാനേജ്മെന്റ് സ്ട്രക്ചർ എന്താ പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാക്കിയെടുക്കണം. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
ഇതിന് പറ്റിയ ആൾക്കാരെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പറ്റിയ ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുകയും സ്റ്റാഫിങ് ചെയ്യുകയും ട്രെയിനിങ് നടത്തുകയും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് മാർക്കറ്റിനെ അക്യൂർ ചെയ്യുന്നുള്ള എല്ലാ ഇതും ഹ്യൂമൻ റിസോഴ്സിൻ്റെ കാര്യങ്ങൾ. അതുപോലെ ഈ ലിസ്റ്റ് ഔട്ട് കാര്യങ്ങളെല്ലാം എന്തോ ചെയ്യണു, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുകാരാണ് അതിൻ്റെ പെർഫോമൻസ് മേഖലയിലേക്ക് വരുന്നത്, അവരാണത് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ സപ്പോർട്ടിംഗ് പ്രോസസ്സും കൂടെ വന്നു. അത് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷണൽ പ്രോസസ്സ്. പോസ്റ്റ് ദ മാനേജ്മെൻറ്റ് പ്രോസസ് ഇറ്റ് ഈസ് ഓൺ ദ ഓപ്പറേഷണൽ മാനേജേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ ഓൺ ആക്ച്വൽ വർക്കിംഗ് ഫോം. ഇറ്റ് ഈസ് ഹിയർ ദ ഹോൾ ഹാൻഡ് ജോബ് ഈസ് ഡൺ. അപ്പം ആദ്യം എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ടായി. അതെന്ന് പറയുന്ന ടോപ്പ് മാനേജ്മെന്റ് അനാലിസിസ് ചെയ്ത് അതിന്റെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ വലിയൊരു തീരുമാനം എടുക്കുന്നു. തീരുമാനം എടുക്കുന്ന ശേഷം അതുപോലെ സപ്പോർട്ടിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അതിന് പറ്റിയ ആൾക്കാരെയൊക്കെ കണ്ടെത്തി എല്ലാം റെഡിയാക്കി മാനേജ്മെന്റ്സ് അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. സപ്പോർട്ടിംഗ് പ്രോസസ്സ് ബാക്കിയുള്ള റിക്രൂട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുന്നു. ഇനി ഓപ്പറേഷണൽ പ്രോസസ്സിലേക്ക് വരുമ്പോഴത്തേന് ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ പോസ്റ്റ് ചെയ്യുന്ന ഇതാണ് ഈ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെടുത്ത ഡിസിഷനെ എന്തോ ചെയ്യുന്നത്, ഇപ്പം എല്ലാ തീരുമാനങ്ങളെന്ന് പറയുന്നത് ബൈ പേപ്പറിലും തീരുമാനങ്ങൾ അവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ തീരുമാനങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെയാണ് എന്തെന്ന് പറയുന്നത് കമ്പനിക്ക് എന്താ പറയുന്നത് റവന്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്പറേഷണൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഈ അതായത് മാനേജേഴ്സ് പ്രോസസ്സിൻ്റെ ഉള്ള ഡിസിഷൻസ് എന്ന് പറയുന്നത് ഇവർ ആക്ച്വൽ വർക്കിംഗ് ഫോമിലേക്ക് മാറ്റും. എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്താ പറയുന്നു ഈ സപ്പോർട്ടിംഗ് പ്രോസസ്സ് എല്ലാം ഉറപ്പുവരുത്തുകയും അതെല്ലാം റെഡിയാക്കി വെക്കുകയും. ഇനിയുള്ള ഓപ്പറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാനാണ്. പുതിയ പ്രോഡക്റ്റ് ആയി വരുമ്പോഴാണ് ഇനി ഓപ്പറേഷൻ പ്രോസസ്സിൻ്റെ ജോലിയാണ് അതിനെ ആക്ച്വൽ വർക്കിംഗ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഇനി ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഈ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കും. അവിടെയാണ് ഹോൾ ഹാർഡ് ജോബ് എന്ന് പറയുന്നത് എല്ലാം എന്തോ ചെയ്യുന്നു അവിടത്തോടു കൂടി പൂർത്തിയാകും. പിന്നീടുള്ള എല്ലാം എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാം അതിൻ്റെ സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതെന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ ചാനലിലേക്ക്, ഒരു ഇൻ്റഗ്രേറ്റഡ് ചാനലിലേക്ക് പോയി കമ്പനിക്ക് ടേൺ ഓവർ ഉണ്ടാക്കുകയും ചെയ്യും. സോ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ എൻ്റർപ്രൈസ് ബിസിനസ് പ്രോസസ്സിനെ പറ്റിയൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ഓട്ടോമാറ്റഡ് ബിസിനസ് പ്രോസസ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാം. താങ്ക് യു. य एष सुप्तेषु जाग्रति, य एष सुप्तेषु जाग्रति.